അവനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തമമായ ജീവിത നിയോഗം അതാണ്. തൻ്റെ നാഥനെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റുക എന്നത്. യേശു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക. മാതൃകകൾ, നല്ല മാതൃകകൾ ഇല്ലാതെ പോകുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ജീവിതങ്ങൾക്കേറെ മാതൃകാനുഭവങ്ങൾ ഉള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ നൂറ്റാണ്ടിൽ എനിക്ക് മാതൃകയാക്കാൻ ആരാണുള്ളത്? അത് മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെയാണ് എനിക്കുള്ള ഏറ്റവും ഉത്തമമായ മാതൃക. പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിലാകുന്നത് അവനെ മാതൃകയാക്കുന്നിടത്താണ്. അതിനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്ന അന്വേഷണമാണെന്ന് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിനെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ യേശുവിനെ നോക്കി അവനെ പോലെ അവൻ സമൂഹത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ സ്വർഗീയമായ ആരാധനയിൽ യേശുവിനെ പോലെ ആകാനുള്ള ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ പോലെ ആകാനുള്ള ആ ദാഹം അത് നമ്മുടെ ഹൃദയത്തെ ഈ ആരാധനയിലുടനീളം ഭരിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടാം. തമ്പുരാനെ ആരാധിക്കാം, യേശുവെ പോലെ ആകുവാൻ. പാടുവാ നഷ്ടമതി കൊണ്ട്
യേശുവിൽ നിത്യം ചേരുവാൻ കൃപയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കില്ല എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ഉറപ്പിക്കണേ എന്നാഥ, ഉറപ്പിക്കില്ല എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും യേശുവേ നിറഞ്ഞു എന്നെ അങ്ങയിൽ ഉറപ്പിക്കണമേ നാഥ. ഉറപ്പിക്കില്ല എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും അങ്ങയിൽ ഉറക്കപ്പെട്ട ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. ഉറപ്പിക്കില്ല എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിക്കാം. കർത്താവിനെ പോലെ ആവുക എന്നത് ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യമാകണം. അത് ലക്ഷ്യമാകുമ്പോൾ അത് നമുക്ക് അനുഭവമാകും. നാം തിരിച്ചറിയേണ്ടുന്നൊരു സത്യമുണ്ട്. നാം മാതൃകയാക്കുന്ന യേശു പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ, പാപത്താൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നാളിൽ, നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവം സമ്മാനിച്ച വലിയ ദാനമാണ്. അതേ പ്രിയരെ, ഏദൻ തോട്ടത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് നമ്മെ മെനഞ്ഞത് ഏറെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. നമ്മെക്കുറിച്ച് തൃത്വ ദൈവം കണ്ട സ്വപ്നം എന്തായിരുന്നു? അത് മറ്റൊന്നുമല്ല, നമ്മോടൊപ്പം വസിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം, നമ്മോടൊപ്പം കൂട്ടായ്മ ആചരിക്കാനുള്ള ദൈവത്തിന്റെ ഇഷ്ടം, മനുഷ്യനെ സൃഷ്ടിച്ചതിലെ ദൈവത്തിന്റെ സ്വപ്നം അതായിരുന്നു. മനുഷ്യ സൃഷ്ടിക്ക് മുൻപായി ദൈവം സംസാരിക്കുന്ന വാക്കുകൾ തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട്: നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എത്ര ശ്രേഷ്ഠമാണ് ആ വാക്ക്! നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പം എല്ലാ സന്ധ്യയിലും ഉലാത്താൻ ദൈവം കടന്നു വരുമായിരുന്നു. എത്ര മനോഹരമായ അനുഭവം! ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിച്ച മനുഷ്യൻ, എത്ര സ്വർഗീയമായ അനുഭവം! ഓ, ദൈവത്തിന്റെ സ്വപ്നം എത്ര വലുതായിരുന്നു നമ്മെ കുറിച്ച്! അത്ര മനോഹരമായിട്ടാണ് അവൻ നമ്മെ മെനഞ്ഞത്, അത്ര മനോഹരമായിട്ടാണ് അവൻ നമ്മെ കരുതുന്നത്. അതേ പ്രിയരെ, നമ്മെ അത്രത്തോളം ആഗ്രഹത്തോടെ ഒരു സൃഷ്ടിച്ച ദൈവത്തെ നാം എന്തിനു സംശയിക്കണം? നിസ്സാരമായ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ നാം എന്തിനു തളരണം? നാം എന്തിനെയോർത്ത് ഭാരപ്പെടണം? നന്ദിയല്ലാതെ വേറെ എന്താ നമുക്ക് തമ്പുരാനോട് പറയാനുള്ളത്? നമുക്ക് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം. നന്നായി നമ്മെ മെനഞ്ഞ നമ്മുടെ നാഥനെ, പൊന്നേശു തമ്പുരാനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമേ
എൻ ഉടയോനാഥ. നന്നായി എന്നെ മെനഞ്ഞ നിന്റെ പൊന്നേശു തമ്പുരാനേ, ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമേ ഉടയോനാഥ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെ ഒന്നും. ഇനി ഞാൻ എന്ത് പറയുവാനാണ് തമ്പുരാനെ? ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ഏദൻ തോട്ടത്തിലെ ആ സ്നേഹത്തിന് ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരുമോ? ദൈവം നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാതെ പോയി. പരിശോധനകൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, സാത്താന്റെ പരീക്ഷകൾ അവന് കാർന്നു നിന്നപ്പോൾ, ആ ഏദനിലെ സ്നേഹത്തെ മറന്നുപോയി. നമ്മെ തന്റെ ഉള്ളങ്കരത്തിൽ മെനഞ്ഞ സ്നേഹത്തെ നാം മറന്നുപോയി. അതോർക്കാതെ ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ പ്രലോഭനങ്ങളുടെ പിന്നാലെ എല്ലാ സന്ധികളിലും നമ്മോടൊപ്പം വസിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെ മറന്നു നാം പോയി. തമ്പുരാൻ അരുത എന്ന് വിലക്കിയിരുന്ന ആ കനി തിന്നുവാൻ ആ സ്വർഗത്തിന്റെ സ്നേഹത്തെ മറന്ന് നാം പോയി. നാം എത്രത്തോളം കരയണം? നാം കടന്നുപോയ പാപത്തെ ഓർത്ത് നാം എത്രത്തോളം കരയണം? അതെത്ര ഗൗരവമുള്ള തെറ്റാണ് പ്രിയരെ. ഏദനിൽ കാണുന്ന അതേ പാപം തന്നെയല്ലേ ഇന്നും ദൈവവൈതലേ എന്റെയും നിന്റെയും ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. സ്നേഹത്തിന്റെ പരിലാളനയിൽ ഉള്ളത്തിൽ പൊതിഞ്ഞെത്രയോ വട്ടം തമ്പുരാൻ നമ്മെ നടത്തിയിട്ടുണ്ട്. മരണകരമായ ജീവിതാനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ അവൻ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു നീ അലമുറയിട്ട് കരഞ്ഞപ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ തലയിണ കണ്ണുനീരുകൊണ്ട് നീ നനച്ചപ്പോൾ, സാരമില്ല മകനെ മകളെ എന്ന് പറഞ്ഞ് എത്രയോ വട്ടം ആ സ്നേഹത്തിന്റെ കരം നിന്നെ തലോടിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അല്പനേരത്തെ സുഖത്തിന്റെ ചില പ്രലോഭനങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ കരുതലിന്റെ സ്നേഹത്തെ നീ മറന്നില്ലേ? ആ സ്നേഹത്തിന്റെ തലോടലിനെ മറന്നില്ലേ? കരഞ്ഞനുദപിക്കാമോ? തമ്പുരാനോട് ഏറ്റുപാടാമോ? ഇങ്ങനെയുള്ള ശോധനകളിൽ, അല്പനേരത്തെ പരിശോധനകളിൽ, പ്രലോഭനങ്ങളിൽ മനസ്സ് തളർന്നു പോകാൻ ഇനി എനിക്കിടയാകല്ലേ അപ്പാ. ഇനി ഞാൻ വീണു പോകാൻ എന്നെ അനുവദിക്കല്ലേ അപ്പാ. ആ കൃപയുടെ തണലും മാത്രമാണ് എനിക്ക് ആശ്രയം. തമ്പുരാനെ, ആ കൃപയുടെ തണലിൽ വിശ്രമിച്ച് പാപത്തിന്റെ പ്രലോഭനങ്ങളെ അങ്ങയുടെ സ്നേഹത്തെ ഓർത്തുള്ള തിരിച്ചറിവിൽ ഉപേക്ഷിക്കാൻ എന്റെ ഉള്ളത്തിന് കരുത്തു തരണമേ തമ്പുരാനെ.
കരുത്ത് തരണമേ തമ്പുരാനെ, കരുത്ത് തരണമേ എൻ്റെ തമ്പുരാനെ. ശോധനകളിൽ മനം തളരാൻ ഇനി എനിക്കിടവരല്ലേ. ശോധനകളിൽ മനം തളരാൻ ഇനിയിടയായിടല്ലേ പരനേ. കൃപയിൽ തണലിൽ വളരാ നീയൊരുക്കുന്ന വഴികൾ കുതന്നേ. ശോധനകളിൽ മനം തളരാ ഇനിയിടയായിടല്ലേ പരനേ. കൃപയിൽ തണലിൽ വളരാ നീയൊരുക്കുന്ന വഴികൾ കുതന്നേ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ. അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയും എന്നെ നന്നായി അറിയുന്ന പ്രിയരേ. അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെ ഒന്നുമില്ല. ഓ തമ്പുരാനെ, അങ്ങേ ഞാൻ ആരാധിക്കട്ടെ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയരേ. അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. പാപത്തിന്റെ പടുകുഴിയിൽ, പ്രലോഭനത്തിന്റെ നൈമിഷിക സുഖത്തിൽ ഏദനിൽ മനുഷ്യൻ വീണുപോയിട്ടും അവനെ തള്ളിക്കളയാൻ നീ തയ്യാറായില്ലല്ലോ തമ്പുരാനെ. സാത്താന് വിട്ടുകൊടുക്കാൻ നീ തയ്യാറായില്ലല്ലോ തമ്പുരാനെ. വീണ്ടും അവനെ തന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ തന്റെ പുത്രനെ തരാമല്ലോ പറഞ്ഞല്ലോ തമ്പുരാനെ. സ്വന്തം മകനെ തരാമെന്ന് പറഞ്ഞല്ലോ തമ്പുരാനെ. വെറുതെ തരാനല്ല, ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ ഒരു പച്ച മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ നീറുന്ന നോവിന്റെ നടുവുകളിൽ കടന്നുപോയി. കാൽവറിയിൽ ശിരസ് മുതലുള്ള കാൽ വരെ കീറി മുറിച്ച് തകർക്കപ്പെട്ട് അപമാനവും നിന്ദയും കുറ്റപ്പെടുത്തലും വേദനകളും എല്ലാം സഹിച്ച് ചങ്കിലെ അവസാന തുള്ളിച്ചോര വരെ എനിക്ക് വേണ്ടി ഊറ്റി മരണം വരിക്കാൻ തയ്യാറായ ഒരു പുത്രനെ തന്നല്ലോ അപ്പ. എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം. നിന്റെ സ്നേഹം മതി കർത്താവേ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഈ ലോകത്തിന് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങളെ കുരിശിന്റെ വഴിയിൽ യേശുവിന്റെ നല്ല ദാസരായി ഞങ്ങൾ ഓട്ടം തികയ്ക്കും. യെസ്, ഞങ്ങൾക്ക് ആ ക്രൂശ് മതി, ഞങ്ങൾക്ക് ആ ക്രൂശ് മതി അപ്പാ. ആ ക്രൂശിലെ സ്നേഹം മതി. ചങ്ക് പിളർന്ന് സ്നേഹിച്ചതല്ലേ നിങ്ങൾ? ചങ്ക് പിളർന്ന് സ്നേഹിച്ചതല്ലേ ഞങ്ങൾ? ആ സ്നേഹം മതി യേശുവേ, ആ സ്നേഹം മതി, അത് മാത്രം മതി. സ്നേഹം മാത്രം മതി, വേറെയൊന്നും വേണ്ടിനി നാഥാ. ക്രൂശിന്റെ വഴിയെ ഗമിക്ക
നല്ലദാസരെ ഓട്ടം നിന്റെ സ്നേഹം മാത്രം മതി നാഥ. നിൻ സ്നേഹം മാത്രം മതി, വേറെയൊന്നും വേണ്ടിനി നാഥാ. ക്രൂശിന്റെ വഴിയെ ഗമിക്കാം, നല്ലദാസരെ ഓട്ടം ചങ്കൂപ്പിളർന്നും സ്നേഹിച്ചു എന്നെ, എൻ സർവ്വവും നീ യേശുവേ. യേശുവേ, യേശുവേ, നമ്മുടെ കർത്താവിൻ്റെ നമ്മെ ഓർത്തുള്ള, നമ്മെ പ്രതിയുള്ള വേദന സർവഭയത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വിടുതലിലേക്ക് നയിച്ചു. ഇനി ഒന്നിനെ ഓർത്തും നാം കലങ്ങേണ്ടതില്ല, ഒന്നിനെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ടതില്ല. പാപത്തിൻ്റെ പടുകുഴിയിൽ നിത്യനരകത്തിന് അർഹരായി തീരാമായിരുന്ന നമ്മെ തൻ്റെ കാൽവറിയിലെ യാഗത്താൽ താൻ വീണ്ടെടുത്തു. ഇനി ഈ ലോകത്തിൽ നമുക്ക് എന്ത് ഭവിച്ചാലും, എന്തെല്ലാം ആപത്ത് അനർത്ഥങ്ങൾ വന്നാലും ഒന്നും നമ്മേക്കുകയില്ല. ഒന്ന് മാത്രം, ഇനിയും പഴയ വഴികളിലേക്ക് പോകില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ എൻ്റെ കർത്താവിൻ്റെ ജനമായി അവനെ പിൻപറ്റാൻ, യേശുവിൻ്റെ ജനമായി അവനെ അനുഗമിക്കാൻ, ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അവനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുക. ഈ സ്വർഗീയമായ ആരാധന ആ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാകട്ടെ, ഉറച്ചൊരു പ്രഖ്യാപനമാകട്ടെ. യെസ്, ഭയമില്ലാതെ, ഒട്ടുമേ കലങ്ങാതെ, ഈ ലോകത്തിൽ ആപത്തോ അപകടങ്ങളോ അനർത്ഥങ്ങളോ എന്തു തന്നെ സംഭവിച്ചാലും, ആമേൻ, ഞാൻ അവൻ്റെ ദാസനായി വസിക്കും, ജീവിക്കും. ആമേൻ. യേശുവിൻ ജനമേ, ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട. നാമവൻ ദാസരെ വസിച്ചേ. ചേർന്ന് പാടി ആരാധിക്കാം. യേശുവിൻ ജനമേ, ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട. നാമവൻ ദാസരെ വസിച്ചിടാം. ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും, ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും, ആപത്തനർത്ഥങ്ങൾ അടഞ്ഞാലും, താപം നമുക്കില്ലെന്നറിഞ്ഞാലും, താപം നമുക്കില്ലെന്നറിഞ്ഞാലും, സകലത്തിലാക്കും അധിപനുമവനാം, ഉലകത്തെ നിർമ്മിച്ചോരും, ആകാശവലയത്തെ രചിച്ചോരും. സകലത്തിലാക്കും അധിപനുമവനാം, ഉലകത്തെ നിർമ്മിച്ചോരും, ആകാശവലയത്തെ രചിച്ചോരും. താഴുവന്നുലകത്തിൽ കുരിശേറി, താഴുവന്നുലകത്തിൽ കുരിശേറി, മാനവർക്കായി മരിച്ചുയർത്തേകി,
വരുമെന്ന് ചൊന്ന് ലോകം വെടിഞ്ഞ നേരാ യേശുതാനാരുമില്ലതുപോലെ വേഗം ഞാൻ ഇനിയും വരുമെന്ന് ചൊന്ന് ലോകം വെടിഞ്ഞ നേരാ യേശുതാനാരുമില്ലതുപോലെ നിത്യത മുഴുവൻ നിലനിൽക്കും നിത്യത മുഴുവൻ നിലനിൽക്കും പ്രതിഫലം താൻ തരും നിർണയമായി അതിനായി താൻ വരും അതിവേഗം അതിനായി താൻ വരും അതിവേഗം ജനമേ പാടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവൻ ദാസനെ ചേർന്ന് പാടി ആരാധിക്കാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവൻ ദാസനെ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. യേശുവിൻ ജനമേ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവൻ ദാസനെ ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടാം. യേശുവിൻ ജനമേ